ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം പൊരുതാനുള്ളതാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ പൊരുതിക്കൊണ്ടേയിരിക്കണം. ഏറ്റവും കൂടുതൽ പൊരുതേണ്ടത് എന്തിനോടാണെന്നറിയാമോ? നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പിടിച്ച് വലിച്ച് പുറകോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ചിന്തകൾ, പ്രവൃത്തികൾ, മനോഭാവം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നെഗറ്റിവിറ്റി. നിർഭാഗ്യവശാൽ നമുക്ക് നെഗറ്റിവിറ്റിയോട് വല്ലാത്തൊരു ഇൻക്ലിനേഷനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കംഫർട്ട് സോണില്ലേ, സുഖം, നമ്മളെപ്പോഴും സുഖം അന്വേഷിച്ച് നടക്കുന്നവരാണ്. നെഗറ്റിവിറ്റി ഒരു കംഫർട്ട് സോണാണ്. കാരണം ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് നല്ല സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനോട് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. നമ്മുടെ ചിന്താഗതികളും ആറ്റിറ്റ്യൂഡും അങ്ങനെ ആകാൻ എല്ലാവിധ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ നന്നായിട്ട് പൊരുതണം. അപ്പോൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ ഈ രാവിലെ എഴുന്നേക്കില്ലേ, അതുപോലും നടക്കണമെങ്കിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാലേ നടക്കൂ എന്നുള്ളതാണ്. എഴുന്നേക്കണോ വേണ്ടയോ, എഴുന്നേക്കാതിരിക്കാനുള്ള സകല ചിന്തകളും മനസ്സിൽ വരും. അതിനോടൊക്കെ നന്നായിട്ട് പൊരുതി ഒരു യുദ്ധം ജയിക്കുന്ന പോലെയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. ഇങ്ങനെയാണ് ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ വരും. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയോട് പൊരുതിക്കൊണ്ടിരിക്കുക, പിന്നെ പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഈ പൊരുതലിൻ്റെ ഒരു ഭാഗമാണ്. ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ പ്രോഗ്രാം ഈയിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത കുറച്ചധികം പേര് പറഞ്ഞതെന്താണെന്നോ, ആളുകൾ എന്ത് കരുതും, ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക, ഈ പരിപാടിയൊക്കെ നിർത്തി എന്നിട്ട് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഈ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവാണെന്നുള്ള അവരുടെ ഒരു തിരിച്ചറിവ് അവരിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിനോടിങ്ങനെ പൊരുതി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് അവർ മനസ്സിലാക്കി. ഇത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോയെ പറ്റി ചിന്തിച്ചത്. നമ്മളിൽ പലർക്കും പരാജയം സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വന്തമാണ്, ആ ചിന്തകളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പലർക്കും സാധിക്കാതെ പോകാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകണം. അവരുടെ ചിന്തകൾ ആദ്യം വന്നെത്തുന്നത് നമ്മുടെ ബോധമനസ്സിലാണ്. ബോധമനസ്സിന് ഇതൊക്കെ അനലൈസ് ചെയ്ത് വേണ്ടതെടുക്കാനും വേണ്ടാത്തത് തള്ളിക്കളയാനും കഴിവുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്നോ, 6 തരത്തിലുള്ള നെഗറ്റിവിറ്റി, അവയെ എങ്ങനെ പ്രതിരോധിക്കണം, ഇക്കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആവേശപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ ചിലരെങ്കിലും നമ്മളോട് പറയാറുണ്ടല്ലേ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നവരുമുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതി വിജയിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതും ഈ വ്യക്തിക്കും നല്ല ബോധ്യമുണ്ട്. ബാങ്ക് കോച്ചിങ് സെൻറ്ററിലെ അവിടെ പോയി ചേർന്നു. 2 ആഴ്ചക്കകം തിരിച്ചെത്തി. ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഇത് വളരെ അപകടകരമാണ്. നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ സാഹചര്യം അതിന് പറ്റിയതല്ല. പക്ഷേ എത്ര അഡ്വേഴ്സ് സാഹചര്യങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന ആളുകളുടെ എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ കുറച്ച് കാലം മുമ്പ് രാമേശ്വരത്ത് പോയിരുന്നു. ഇപ്പോഴും രാമേശ്വരം ഒന്നും വലിയ പുരോഗതി വന്ന സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ആലോചിച്ചു, അബ്ദുൽ കലാമൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, എങ്ങനെയാണ് അദ്ദേഹം ഈ ലെവലിലേക്ക് അവിടെ നിന്ന് ഉയർന്നു വന്നത്? നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ചാൽ അതിശയിച്ചു പോകും. എൻ്റെ ചുറ്റുപാടും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപക ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് അഡീഷണൽ ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ. എൻ്റെ ഒരു കൂട്ടുകാരി ഡോക്ടർ അജിത അഡീഷണൽ ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അജിതയുടെ അമ്മ മരിച്ചിട്ട് അവരുടെ ജന്മനാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് പോയി വന്നതിന് ശേഷം സുഹൃത്ത് എന്നോട് പറഞ്ഞത് എന്താണെന്നോ, ശരിക്കും അജിത ടീച്ചറെ സമ്മതിക്കണം. ഇപ്പം തന്നെ ഞങ്ങൾ അവിടെ വരെ എത്തിയപ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജനിച്ച് വളർന്ന ഒരാൾ എത്രയോ പ്രതികൂലമായ സാഹചര്യങ്ങൾ അതിജീവിച്ചായിരിക്കും ഇങ്ങനൊരു പദവിയിലെത്തിയത്. ടീച്ചറോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നിയെന്ന് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ജയദേവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ആ സമയത്ത് ഇതേ ചിന്ത എനിക്കുണ്ടായി, എത്ര അഡ്വേഴ്സ് സിറ്റുവേഷനിൽ നിന്നാണ് ഇവരെല്ലാം പഠിച്ച് ഈ ലെവലിലെത്തിയത്. ഇതൊന്നും യാതൊരു മീനിങ്ങും ഇല്ലാത്ത ചിന്താഗതികളാണെന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ചിലർ നമ്മുടെ അടുത്ത് വന്ന് അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവരിതേ കാര്യം ചെയ്തതാണ്, അവരുടെ പരാജയ കഥകൾ. അത് അവരുടെ മാത്രമല്ല, ചിലപ്പോൾ ഇതേ കാര്യം ചെയ്ത ബാക്കി ഒരുപാട് പേരുടെ പരാജയ കഥകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, എത്ര ബോധമില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നതെന്ന്. നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോഴും ഒരു റിസ്ക് ഉണ്ട്, ഫെയിലിയർ എന്നുള്ള റിസ്ക്. ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവരാണ് ആ കാര്യം ചെയ്യാൻ പുറപ്പെടുന്നത്. അപ്പോഴാണ് ഇവർ വന്ന് ഇതിൽ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഫിയർ ഓഫ് ഫെയിലിയർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ്. അത് ഇവരിങ്ങനെ ട്രിഗർ ചെയ്യും. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഫെയിലിയർ ഉണ്ടാകാം, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നത് സക്സസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായി ചാർജ് എടുക്കുന്ന സമയത്തും എന്നോട് ഇതുപോലെ പരാജയ കഥകൾ വന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. മെറ്റിൽഡ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളൊന്നുമല്ല, പലർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതാണ്, വേറൊരു വ്യക്തിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളല്ല ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓരോ കാര്യങ്ങളോടുള്ള വ്യക്തികളുടെ റെസ്പോൺസ് ഇതെല്ലാം വ്യത്യസ്തമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേറൊരാളുടെ അനുഭവം വെച്ച് എനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പാക്കാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചു ആകാമല്ലോ. വേറൊരാളുടെ ഒരു സക്സസ് സ്റ്റോറി കേട്ടിട്ട് എനിക്കും ആ സക്സസ് വരുമെന്ന് എനിക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഭാഗ്യം, വിധി. ഈ രണ്ട് വാക്കുകൾ വളരെ തത്വചിന്താപരമായിട്ട് അവതരിപ്പിച്ച് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയോ പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ടെന്നാ, വിധി ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും, വിധി പോലെയേ വരൂ. എത്ര അപകടകരമായ ചിന്തയാണല്ലേ. നമ്മളെ ഒന്നും ചെയ്യാത്ത ആളുകളാക്കി മാറ്റുന്ന ഏറ്റവും ശക്തമായ രണ്ട് വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. വലിയ പ്രശ്നമാണ്. എൻ്റെ വിധി ഇതാണെന്ന് വിശ്വസിച്ച് സമാധാനിച്ചിരിക്കുന്നവർ, വിധി പോലെ വരുമെന്ന് ചിന്തിച്ച് നിഷ്ക്രിയരായിട്ടിരിക്കുന്നവർ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. വിധിയെ തോൽപ്പിച്ചവരെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭാഗ്യം, ഇത് വലിയ കുഴപ്പം പിടിച്ചൊരു വാക്കാണ്. എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. ഭാഗ്യത്തിനുള്ളൊരു ഡെഫിനിഷൻ അത് മനസ്സിൽ കുറിക്കണം നമ്മൾ. ലക്ക് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് അവർ അലേർട്ട്നെസ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് പാസ് ബൈ. നമ്മുടെ മുന്നിലൂടെ പോകുന്ന അവസരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള നമ്മുടെ ഒരു ജാഗ്രതയുണ്ടല്ലോ, അതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അവസരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇതെന്തൊരു ശല്യം എന്ന് പറയുന്ന പെസിമിസ്റ്റുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള തത്വചിന്തകളാൽ വഞ്ചിക്കപ്പെടാതിരിക്കുക. നാലാമത്തെ കാര്യം, നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമ്മളെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പ്രായം, ജെൻഡർ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി പരിമിതികളെക്കുറിച്ച് ഇവർ ഭംഗിയായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും. പ്രായം ഒരു രക്ഷയില്ല കേട്ടോ. വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ ഇപ്പോൾ ചെറുപ്പമാണ്, സൂക്ഷിക്കണമെന്ന് ചിലപ്പോൾ അവർ പറയും. പിന്നെ ചെറുപ്പമാണെങ്കിൽ അവർ പറയും എക്സ്പീരിയൻസ് കുറവാണ്, വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പ്രായം കൂടിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇത്രയൊക്കെ പ്രായമായില്ലേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ പ്രായമായവർക്ക് വരുന്ന പരിമിതികൾ മുഴുവനും സ്റ്റഡി ചെയ്തിട്ട് അവർ നമ്മളോട് പറയും. ഞാനിത് ഒരുപാട് കേൾക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പഴയ പ്രായമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന് വല്ലതും വീണ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞാൽ ശരിയാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴും ഇതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എനർജി ലെവലിനെ അത് ബാധിക്കും, നമ്മളത് ഏറ്റെടുത്താൽ. സ്ത്രീകൾ സ്ഥിരം കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളൊക്കെ സ്ത്രീകളല്ലേ, അതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്ന ഒരവസ്ഥ. ഇപ്പോഴും ഈ അവസ്ഥയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇന്നാൾ ഒരു വീഡിയോ വലിയ ചർച്ചാ വിഷയമായത്. പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ മടിക്കുന്നു. കാരണം ഇവരിതെല്ലാം പരിമിതികളായിട്ട് കാണുന്നു, പരിമിതികളാണെന്ന് മറ്റുള്ളവരും അവരെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിച്ച ഒരാളാണ് ഞാൻ. എത്രയോ കൊല്ലം മുമ്പാണ്. അന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു ആൻറ്റി പറഞ്ഞു, ഇനി വേണമെങ്കിൽ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ കുടുംബവും ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ ചേർന്നു. ഞാൻ പ്രഗ്നൻ്റായി, എനിക്ക് കുട്ടിയുണ്ടായി. ആ സമയത്തും പലരും എന്നെ പരിമിതികൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പരിമിതികൾ നിശ്ചയിക്കേണ്ടത് ഞാനാണ്, മറ്റുള്ളവരല്ല അത് തീരുമാനിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറപ്പെടും.
പ്രത്യേകിച്ചും മറ്റുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ഐഡിയ വെക്കുമ്പോൾ തന്നെ പലരും നമ്മളോട് നോ പറയും. അതങ്ങനെയാണ്. ഒന്നും വേണ്ട, നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞാലും യെസ് പോകാമെന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പരിപാടി നടത്തുമ്പോൾ അതിനോട് ഞാൻ സഹകരിക്കാമെന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. പലരും ഞാനില്ല കേട്ടോ, ഞാനില്ല. അവിടെ ഒരു കാര്യമുള്ളതേ, ഈ ഞാനില്ല എന്ന് പറയണ പലരെയും നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർ വരും. അപ്പോൾ അത് കേട്ട് നമ്മൾ ഒരിക്കലും തീരുമാനിക്കരുത്, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എന്നാൽ പരിപാടി വേണ്ടാന്ന് വെച്ചേക്കാം. പിന്നെ വേറെ ചിലരുണ്ട്, അവർ മാറി നിൽക്കും, കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു എന്ന് കണ്ടപ്പോൾ അവരും വന്ന് ചേരും. ഇനി കുറേ പേരില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പരിപാടി തീരുമാനിക്കുക, നടത്താൻ തയ്യാറാവുക, അത് നടന്നിരിക്കും ഭംഗിയായിട്ട്. ആറാമത്തെ കാര്യമാണ്, മനുഷ്യർ സ്വതവേ നല്ല മടിയുള്ളവരാണ്. അപ്പോൾ എവിടെയായാലും, വീട്ടിലായാലും സ്ഥാപനങ്ങളിലായാലും ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ കാര്യമായിട്ട് ജോലി ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും. വീട്ടിലും അങ്ങനെയുണ്ടല്ലോ അല്ലേ, ജോലി സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. അവർ ചെയ്യുന്ന ഒരു പണിയുണ്ട്, അവരെന്ത് ചെയ്യുന്ന, നന്നായിട്ട് ചെയ്യുന്നവരെന്നാൽ നന്നായിട്ട് ചെയ്തോട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊന്നും അവർ ചെയ്യില്ല. അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ നന്നായിട്ട് ചെയ്യുന്ന ആളുകളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. ഒന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്തും. അത് വീടുകളിൽ സംഭവിക്കാറില്ലേ? പ്രായമായ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചിലർ നന്നായിട്ട് നോക്കും, ചിലർ അങ്ങനെ ചെയ്യുന്നവരല്ല. എന്നാൽ നന്നായിട്ട് നോക്കുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുടെ ചില പിഴവുകളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഇടയിലാണ്. പണ്ടെല്ലാം ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെയൊക്കെ ബാക്കിയുള്ളവർ ബഹുമാനപൂർവ്വം കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല. മിക്കവാറും നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുകയും ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ അവർ പഠിപ്പിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ കൂട്ടാതിരിക്കും, അവരെ കളിയാക്കും. ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിക്കും, അസൈൻമെൻ്റൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യും. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ വളരെ സൈലൻ്റായി. ക്ലാസ്സിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി പറഞ്ഞിരുന്ന ആൾ വളരെ സൈലൻ്റായി. അസൈൻമെൻ്റൊക്കെ ആ അവസാന നിമിഷത്തിൽ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അയാളെ വിളിച്ചിട്ട് എന്ത് പറ്റി തനിക്ക്? അപ്പോഴല്ലേ അയാൾ കാര്യം പറയണത്, എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കുന്നു. അത് അയാളെ പ്രശ്നത്തിലാക്കി. അപ്പം നമ്മൾ എന്തുമാത്രം പൊരുതണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചുറ്റുപാടുന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 കാര്യങ്ങളാണ് ചർച്ച ചെയ്തതല്ലേ. നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. രണ്ടാമത്തത്, സ്വന്തം ഫെയിലിയർ പറഞ്ഞ് നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവർ. മൂന്നാമത്തത്, വളരെ തത്വചിന്താപരമായിട്ടുള്ള ചില സമീപനങ്ങൾ, ഭാഗ്യം, വിധി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ. നാലാമത്തത്, നമ്മുടെ പരിമിതികൾ പറഞ്ഞ് നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവർ. അഞ്ചാമത്തെ കാര്യം, നമ്മൾ കുറേ പേരെ ചേർത്ത് ഒരു കാര്യം ചെയ്യാൻ ഉത്സാഹിക്കുമ്പോൾ ഞാനില്ല എന്നും പറഞ്ഞ് മാറി നിന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ. ആറാമത്തെ കാര്യം, എവിടെയും കുറേ മടിയന്മാരുണ്ടല്ലേ, അവർ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. പക്ഷേ ശ്രമിക്കുന്നതോടൊപ്പം അവർ വേറൊരു കാര്യം കൂടി ചെയ്യും, മറ്റുള്ളവരെയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കും. കുറ്റങ്ങൾ കണ്ടെത്തി കളിയാക്കി അതിനുള്ള ശ്രമം നടത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പൊരുതിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ചുറ്റുപാടും നിന്നും വരുന്ന നെഗറ്റിവിറ്റിക്ക് ചെവി കൊടുക്കാതിരിക്കുക, ഫൈറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് സന്തോഷമായി. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.